5000-ഓളം ഹിന്ദുക്കളെ കൊന്ന് മരങ്ങളിൽ കെട്ടിത്തൂക്കാൻ ഉത്തരവിട്ട ടിപ്പുവിൻ്റെ ക്രൂരത പറഞ്ഞാണ് ഇന്നലെ നമ്മൾ കഥയമവ അവസാനിപ്പിച്ചത്. 4 ലക്ഷത്തോളം ഹിന്ദുക്കളെ താൻ മതം മാറ്റിയെന്ന അഭിമാനത്തോടെ പറയുന്ന ടിപ്പുവിനെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ടിപ്പു വലിയ ക്രൂരത കാണിച്ചു എന്ന് ആർക്കും സംശയമില്ല, ആരും പറയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളിത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് മുറിവേറ്റിട്ടുമുണ്ട്. ആ മുറിവ് അവിടെ ഇരിക്കട്ടെ, ചരിത്രം നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ബാക്കി നമുക്ക് പറയാം. അതെ, ഇന്നലത്തെ നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് ഓസ്ട്രേലിയയിലെ എൻ്റെ സുഹൃത്ത് വിജയ കേരളവർമ്മ ഒരു 4 വരി എഴുതിയിട്ടുണ്ട്. സാർ, ഒരു പഴഞ്ചൊല്ലുണ്ട്, വെട്ടം 8 കാതം അന്തർജനങ്ങൾക്ക് മരക്കുടയും ദാസിയും ഇല്ലാതെ യാത്ര ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പുണ്യാഹത്തിന് പോലും കഷ്ടിയാണ്. ഒരു കാതം 4 നാഴിക. വെട്ടത്ത് നാട്ടിൽ പണ്ട് നമ്പൂതിരിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടിപ്പുവും പിന്നെ പല മാപ്പിള ഹാലിളക്കങ്ങളും കഴിഞ്ഞപ്പോൾ വളരെ വിരളമാണ് നമ്പൂതിരിമാർ. ഇത് പണ്ട് എൻ്റെ മുത്തച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. മുത്തച്ഛൻ്റെ ഇല്ലം ആദവ നാട്ടിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളത്തിന് അടുത്തായിരുന്നു. അപ്പോൾ ഈ ക്രൂരതയെപ്പറ്റി അറിയാവുന്ന കുടുംബങ്ങളിൽ ഈ മുത്തച്ഛന്മാരും ഒക്കെ ധാരാളം കഥകൾ പറഞ്ഞ് ഇങ്ങനെ തലമുറകൾക്ക് കൈമാറിയിട്ടുണ്ട്. അതാണ് ഇതിൽ കാണുന്നത്. ഞാൻ ടിപ്പു സുൽത്താൻ്റെ കഥ പറയുമ്പോൾ ഈ ചരിത്ര രേഖകൾ ഞാൻ അദ്ദേഹം ടിപ്പു സുൽത്താനെ പറഞ്ഞിരുന്ന ചില പ്രതിഷേധം ഉണ്ടായില്ല. അത് അറിയാതെ വന്നു പോകുന്നതാണ്, നമ്മളുടെ ഒരു ശീലം കൊണ്ട്, നമ്മുടെ ഒരു സംസ്കൃതിയുടെ ഭാഗമാണ്. അതിന്റെ ഭാഗമാണത്. അയാളിൽ നിന്നൊന്നും നമ്മൾ അങ്ങനെ പറയാറില്ല. നമ്മൾ സാധാരണ ഇവിടുത്തെ കുറ്റവാളികളെയും മറ്റേ തൂക്കിലിട്ടവരെ പറ്റിയൊക്കെ പറയാറുണ്ട്. ഇനിയും ഞാൻ അയാളിൽ നിന്ന് പറയാൻ നോക്കാം. അതെ, അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പോർച്ചുഗീസ് സഞ്ചാരി പോളിയോ ബർത്തലേമിയോ 1772 എഴുതിയ വോയേജ് ടു ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ സമുദ്രയാത്രയാണ്. അതെ, അന്നത്തെ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്, വരാപ്പുഴയിൽ വന്നൊക്കെ താമസിക്കുന്നുണ്ട്. ഈ ടിപ്പുവിൻ്റെ അക്രമങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. അദ്ദേഹം ആ അക്രമത്തിനെ പറ്റി ആ യാത്രാവിവരണത്തിൽ പറഞ്ഞ ഭാഗം പറയാം. അതിൽ ഈ ക്രൂരത, ടിപ്പുവിൻ്റെ ക്രൂരത പറയുന്ന ഭാഗം മാത്രം. 30,000 പേരുടെ പട്ടാളം വഴിയിൽ കണ്ടവരെയൊക്കെ കശാപ്പ് ചെയ്തു. ടിപ്പുവിൻ്റെ പട്ടാളം 30,000. ഫ്രഞ്ച് കമാൻഡർ എം ലാലിയുടെ നേതൃത്വത്തിൽ പീരങ്കിപ്പട ഉണ്ടായിരുന്നു. എം ലാലി, അത് ശരിയാണ്, കരസേനാധിപൻ ടിപ്പുവിൻ്റെ ഫ്രഞ്ചുകാരനായിരുന്നു എം ലാലി. അതായത് കേട്ടിട്ടുണ്ട്, നെപ്പോളിയനുമായി ഒരു സഖ്യമുണ്ടാക്കാൻ ടിപ്പു ശ്രമിച്ചിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നമുക്ക് പിന്നെ പറഞ്ഞാൽ പിന്നീട് വരേണ്ടതാണ്. കാരണം അത് തുർക്കി അങ്ങനത്തത്, അത് ക്രൂരതയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് അതെ, അത് നമുക്ക് വേറെ എടുക്കാം. കുറെ വലിയ കഥകളാണ്. അതെ, എനിക്കറിയാം. ഞാൻ ചില സൂചനകൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ ഫ്രഞ്ച് സേനാനായകന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് ഓർമ്മിച്ചതാണ്. ഫ്രഞ്ചുകാർ മറ്റേ ബ്രിട്ടനുമായിട്ട് തർക്കത്തിലായിരുന്ന സമയത്ത് ഫ്രഞ്ചുകാരുമായിട്ട് സഖ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എം ലാലിയുടെ നേതൃത്വത്തിൽ പീരങ്കികൾ വഴിയിലൊക്കെ ഉണ്ടായിരുന്നു. ടിപ്പു ആനപ്പുറത്തായിരുന്നു. പുറകിൽ 30,000 ഭടന്മാർ. കോഴിക്കോട് മിക്കവാറും പുരുഷന്മാരെയും സ്ത്രീകളെയും തൂക്കിലിട്ടു. അമ്മമാരുടെ കഴുത്തിൽ കുട്ടികളെ കെട്ടിത്തൂക്കിയിട്ടാണ് അമ്മമാരെ തൂക്കിലിട്ടത്. പ്രാകൃതനായ ടിപ്പു നഗ്നരാക്കിയ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ആനയുടെ കാലിൽ കെട്ടി ചിതറിച്ചു. ആന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമല്ലോ കാല്, അപ്പൊ ഇവരുടെ കീറിപ്പോവും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ഷേത്രങ്ങളും പള്ളികളും കത്തിക്കാൻ ഉത്തരവിട്ടു. ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികൾ പാലിയൂർ പള്ളിയൊക്കെ ഉത്തരവിട്ടു. മലിനമാക്കി നശിപ്പിച്ചു. ക്രിസ്ത്യൻ ഹിന്ദു സ്ത്രീകൾ മുസ്ലിങ്ങളെ നിക്കാഹ് ചെയ്യാൻ നിർബന്ധിച്ചു. ഇവരുടെ പുരുഷന്മാർ മുസ്ലിം സ്ത്രീകളെ നിക്കാഹ് ചെയ്യാനും നിർബന്ധിച്ചു. നിരസിച്ച, അതായത് മതം ഇസ്ലാമിലേക്ക് മാറാൻ നിരസിച്ച ക്രിസ്ത്യാനികളെ തൂക്കിക്കൊന്നു. ടിപ്പുവിൽ നിന്ന് രക്ഷപ്പെട്ട് വരാപ്പുഴയിൽ എത്തിയവരാണ് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. വരാപ്പുഴ നദി കടന്ന്
വരാപ്പുഴ നദി വഞ്ചികളിൽ കടക്കാൻ പലായനം ചെയ്തുവെന്ന പലരെയും ഞാൻ സഹായിച്ചു. ഈ യാത്രാവിവരണത്തിൽ പറയാണ്. ഇനി കേണൽ ഫുള്ളർട്ടൺ ടിപ്പുവിനെ പറ്റി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്ന ഭാഗം 1783 അധിനിവേശത്തിൽ ടിപ്പുവിൻ്റെ ഭടന്മാർ ദിവസവും ബ്രാഹ്മണരെ കൊന്ന് തലകൾ കോട്ടയിൽ സാമൂതിരിയെയും ഹിന്ദുക്കളെയും കാട്ടി. കോട്ടയുടെ മുകളിൽ തലകൾ കൊണ്ട വെച്ചു എന്ന്. സാമൂതിരി താൻ കണ്ടോ, ഹിന്ദുക്കളോടും നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ വിധി ഇതാന്ന് പറഞ്ഞിട്ട്. സാമൂതിരി ഇത് കാണാനാകാതെ പാലക്കാട്ട് കോട്ട ഉപേക്ഷിച്ചു. പാലക്കാട്ട് കോട്ടയുടെ മുകളിൽ വെച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ? ഉപേക്ഷിച്ചു. നിർബന്ധിത മതം മാറ്റത്തിനും സുന്നത്തിനും ബ്രാഹ്മണരെ മാത്രമല്ല 1788 ഓഗസ്റ്റിൽ കോയമ്പത്തൂരിൽ തടവിലായിരുന്ന പരപ്പനാട് രാജാവിനെയും തച്ചറക്കാവ് തിരുമുൽപ്പാടിനെയും നിലമ്പൂർ നാടുവാഴിയെയും ഹിന്ദുവരണ്യരെയും നിർബന്ധിത സുന്നത്തിയത് മാട്ടിറച്ചി തീറ്റിച്ചു. അപ്പോൾ പരപ്പനാട് രാജാവിനെയും തച്ചറക്കാവ് തിരുമുൽപ്പാടിനെയും നിലമ്പൂർ നാടുവാഴിയെയും മതം മാറ്റി അന്ന്. അതാണ് ഈ ഫുള്ളർട്ടൻ്റെ റിപ്പോർട്ടിലുള്ളത്. ഇത് ഈ കുടുംബങ്ങൾ പക്ഷേ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല. ആ കാലത്ത് ഈ ഹിന്ദുക്കൾക്കൊരു ചെറ്റത്തരം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മതം മാറി പോകുന്നവരെ ഒരിക്കലും തിരിച്ചെടുക്കില്ലായിരുന്നു. ടിപ്പു പോയതിനു ശേഷവും അത് മാപ്പിള നാലാം വേദക്കാരെന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കൾക്ക് പരമപുച്ഛമായിരുന്നു. മാപ്പിള ലഹള കഴിഞ്ഞിട്ട് സാമൂതിരിയുടെ കോവിലകത്ത് നമ്പൂതിരിമാരെ വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു ചർച്ച നടക്കുമ്പോഴും നമ്പൂതിരിമാർ പറഞ്ഞു, സി ഗോപാലൻ നായരുടെ പുസ്തകത്തിലുണ്ട്, തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് നിലപാടെടുത്തത് അവര്. കഷ്ടം. അന്ന് നമ്മൾ തിരിച്ചെടുത്തിരുന്നെങ്കിൽ പല ആളുകളും, അല്ലെങ്കിൽ പിൽക്കാലത്തോ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടായാലും തിരിച്ചെടുക്കാം എന്ന് ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിന്റെ ഡെമോഗ്രാഫി മാറിപ്പോയേനെ, അങ്ങനെ ചെയ്തേനെ. അത് 1921 അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ആര്യസമാജക്കാർ വന്നിട്ടാണ്, പണ്ഡിറ്റ് ഋഷിറാമും വന്നിട്ടൊക്കെയാണ് മാറ്റം മാപ്പിള ലഹളക്കാലത്ത് ഉണ്ടായത്. അവര് തിരിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. LB ഭൂരി എഴുതുകയാണ്, കോഴിക്കോട്ടെ 70,000 ബ്രാഹ്മണ കുടുംബങ്ങളിൽ 2000 ഇല്ലാതായി. അത്രയും പേരെ നമ്പൂതിരിമാരെ ഉന്മൂലനം ചെയ്തു എന്നുള്ള. അത്രയും പേരെയല്ല, 2000 ഇല്ലങ്ങളാണ്. ഒരു ഇല്ലത്ത് 5 പേരുണ്ടെന്ന് കൂട്ടിക്കോ, അതും കൂടുതലാണ് ഉണ്ടാവുമല്ലോ, 10 പേരോ. അപ്പോൾ ഒരു മിനിമം ഒരു 10,000-15,000 പേരെ കൊന്നു, 20,000 പേരെന്നൊക്കെ കൂട്ടാം. പുത്തെഴുത്ത് രാമായണം ശക്തൻ തമ്പുരാനിൽ എഴുതുന്നുണ്ട്, ടിപ്പു കയറാത്ത ഒരു പശുത്തൊഴുത്ത് പോലും ഇവിടെയില്ല. പിന്നെ കേരളം മുസ്ലിം ചരിത്രത്തിൽ PA സയ്യിദ് മുഹമ്മദ്, മുസ്ലിം ചരിത്രകാരനായിട്ട് പോലും, അദ്ദേഹത്തിൻ്റെ മകൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, ജാസ്മിൻ. PA സയ്യിദ് മുഹമ്മദ് കേരളം മുസ്ലിം ചരിത്രത്തിൽ എഴുതുകയാണ്, ടിപ്പു ചെങ്കിസ് ഖാൻ, തിമൂർ എന്നിവരെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ സമ്മതിക്കേണ്ടി വന്നു. മുസ്ലിം മര്യാദ കാരണം. ചരിത്രമല്ലേ, മാറ്റി പറയാൻ പറ്റുമോ? മാറ്റി പറഞ്ഞിട്ടുള്ള CK കരീമിനെ പോലെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. CK കരീം ടിപ്പു ഹൈദരാലിയാൻ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അത് വെള്ളഭൂഷണ പുസ്തകമാണ്. 1790 ജനുവരി 18 സയ്യദ് അബ്ദുൽ ദുലയ്ക്ക് ടിപ്പു എഴുതിയ കത്ത് മിക്കവാറും ഹിന്ദുക്കളെ മാർഗം കൂട്ടി. പ്രവാചകന്റെയും അല്ലാഹുവിൻ്റെയും കരുണയാൽ കോഴിക്കോട്ടെ മിക്കവാറും ഹിന്ദുക്കളെ ഇസ്ലാമാക്കി. കൊച്ചി അതിർത്തിയിൽ ചിലർ ഇനി ബാക്കിയുണ്ട് ഇസ്ലാമിൽ ചേർക്കാൻ. അവരെയും ഉടൻ മാർഗം കൂട്ടും. ഇത് ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ജിഹാദാണ്. കത്ത് 1790 ഫെബ്രുവരി 13 ബുദ്രൂസ് ഉസ്മാൻ ഖാൻ എഴുതിയ വേറൊരു കത്ത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് മറ്റൊന്ന്. നായർ തടവുകാരുടെ നിവേദന സഹിതം നിങ്ങളുടെ 2 കത്തുകൾ കിട്ടി. അവരിൽ 135 പേരെ സുന്നത്ത് ചെയ്തത് നന്നായി, മറ്റുള്ളവരെ സേനാ വിഭാഗങ്ങളിലേക്ക് അയച്ചത് നന്നായി. അതായത് കൺവെർട്ട് ചെയ്തിട്ട് ടിപ്പുവിൻ്റെ തന്നെ സേനയിലേക്ക് കൂട്ടുകയാണ്. അഫ്ഗാനിസ്ഥാൻ രാജാവ് സമാൻ ഷായ്ക്ക് ടിപ്പു എഴുതുന്നു, അവിശ്വാസികൾക്കെതിരെ ജിഹാദ് നടത്താൻ നാം ഒന്നിക്കണം. നമ്മുടെ മതത്തെ
മലിനമാക്കുന്ന ശത്രുക്കളിൽ നിന്ന് ഈ നാടിനെ നാം മോചിപ്പിക്കണം എഴുതുന്നു. ഇനി ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടില്ല എന്ന് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ PK ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പട്ടിക തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന പല പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുറേ ക്ഷേത്രങ്ങളുടെ വിവരങ്ങൾ. അല്ല, PK ബാലകൃഷ്ണൻ മാധ്യമ പ്രവർത്തനം കൂടിയായിരുന്നല്ലോ. ഇത്തരം പുസ്തകമൊക്കെ എഴുതി ടിപ്പു വലിയ പുണ്യാളനാണെന്ന് പുസ്തകം എഴുതിയതുകൊണ്ട് അവസാന കാലത്ത് അദ്ദേഹത്തിന് ഒരു ടിപ്പുവിൻ്റെ മാധ്യമ സ്ഥാപനത്തിൽ ജോലി കിട്ടി. വടക്കുംകൂറിൻ്റെ കേരള സംസ്കൃത സാഹിത്യ ചരിത്രം, മലബാർ ഗസറ്റിയർ, മലബാർ മാനുവൽ, PCN രാജയുടെ പുസ്തകം, പിന്നെ കോഴിക്കോട്ട് സംബന്ധിച്ചിട്ടുള്ള ഓർമ്മകൾ, ആർക്കൈവ്സ്, പിന്നെ ക്ഷേത്രരേഖകൾ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളാണിത്. ഏതൊക്കെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു എന്നുള്ളത്. ഇതിൽ കൂടുതൽ ഉണ്ടാവാം, അത് ഇനി പ്രേക്ഷകർക്ക് പറയുകയും ചെയ്യാം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, അതിപ്പോഴും അതിൻ്റെ മുന്നിൽ അതിൻ്റെ ബാക്കി ആക്രമണത്തിൻ്റെ ബാക്കി ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്, പാറകളൊക്കെ കിടപ്പുണ്ട്. തൃച്ചംബരം, തളി. ഞാൻ ക്ഷേത്രത്തിൻ്റെ പേര് പറയുന്നില്ല, സ്ഥലത്തിൻ്റെ പേര് കുറച്ചുണ്ടല്ലോ. തളി ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഉണ്ട്. ശ്രീ വള്ളിയനാട്ട് കാവ്, തിരുവണ്ണൂർ, വാരക്കൽ, പുത്തൂർ, ഗോവിന്ദപുരം, താളിക്കുന്ന്, തിരുനാവായ, തിരുവങ്ങാട്ട്, വടകര, പൊന്മേരി, ചാലക്കുടി, മണ്ണുംപുറം, കൽപ്പാത്തി ഹേമാംബിക, കാച്ചാങ്കുറിശി, പാലക്കാട് ജൈനക്ഷേത്രം, കേരളാധീശ്വരം, തൃക്കണ്ടിയൂർ, തൃപ്രങ്ങാട്ട്, കോടിക്കുന്ന്, തൃത്താല, പന്നിയൂർ, ശുഗപുരം, ആഴ്വാഞ്ചേരി, എടപ്പാട്ടെ, പെരുമ്പറമ്പ്, മരഞ്ഞേലിറ ക്ഷേത്രങ്ങൾ. അത് ആഴ്വാഞ്ചേരി, എടപ്പാട്ടെ, പെരുമ്പറമ്പ്, മരഞ്ചേലിറ ക്ഷേത്രങ്ങൾ. വേങ്ങേരി, തൃക്കുളം, രാമനാട്ടുകര, അഴിഞ്ഞില്ലം, ഇന്ത്യന്നൂർ, മണ്ണൂർ, വെങ്കിടങ്ങ്, പരമ്പത്താലി, പന്മയനാട്, മാണിയൂർ മസ്ജിദ് ക്ഷേത്രമായിരുന്നു. അത് മലബാർ മാനുവലിൽ പറയുന്നുണ്ട്. മാണിയൂർ മസ്ജിദ് മുമ്പ് ക്ഷേത്രമായിരുന്നു. പൊന്നാനി തൃക്കാര ക്ഷേത്രം ആയുധപ്പുരയായിരുന്നു ടിപ്പുവിൻ്റെ. ബത്തേരിയിലെ ജൈനക്ഷേത്രം ടിപ്പുവിൻ്റെ പീരങ്കിപ്പുരയായിരുന്നു. അതാണല്ലോ സുൽത്താൻ ബാറ്ററി എന്ന് പറയുന്നത്. ഇത്രയും ക്ഷേത്രങ്ങൾ തകർത്തതായിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് തന്നെ വിവരമുണ്ട്. അല്ലാത്ത ക്ഷേത്രങ്ങൾ, ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ധാരാളമുണ്ട്. കുടുംബക്ഷേത്രങ്ങളുണ്ട്, പട്ടിക പോലും ഇല്ല. നമ്പൂതിരിമാരെയൊക്കെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ കുടുംബത്തിലൊക്കെ ക്ഷേത്രങ്ങളുണ്ടല്ലോ. ഇപ്പോൾ EMSന്റെ ഏലംകുളം മനയിൽ 4 ക്ഷേത്രങ്ങളുണ്ട് മനയുടെ അകത്തെ. ആ മന തകർത്തു എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. മനകളിലുള്ള ക്ഷേത്രങ്ങൾ, മമ്മിയൂർ ക്ഷേത്രം, പാലയൂർ ക്രിസ്ത്യൻ പള്ളി തകർത്തിട്ട്. അല്ല, മമ്മിയൂർ ക്ഷേത്രം ഗുരുവായൂരിന് വളരെ അടുത്താണ്. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അതിലേക്ക് വരിക. ഗുരുവായൂരിലേക്ക് അവസാനിപ്പിക്കുന്ന ഗുരുവായൂരിലാകാൻ വേണ്ടി ചെയ്ത മമ്മിയൂർ ക്ഷേത്രം, പാലയൂർ ക്രിസ്ത്യൻ പള്ളി തകർത്തിട്ടാണ് ഗുരുവായൂരിൽ വരുന്നത്. ക്രിസ്ത്യാനികൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്ന് ക്രിസ്ത്യാനികൾ ധരിക്കരുത്. 1921 പറ്റിയിട്ടുണ്ട്. പാലയൂർ ക്രിസ്ത്യൻ പള്ളി തകർത്ത് ഗുരുവായൂരിലെത്തി. ഹൈദരാലി മാർഗം കൂട്ടിയ ഹൈദ്രോസ് കുട്ടി അന്ന് ഗുരുവായൂരിലുണ്ട്. ആ ഹൈദ്രോസ് കുട്ടി പറഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രം തകർത്തില്ല. ചില നെഗോഷിയേഷൻസ് പൈസയുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. പണം 1766 ഹൈദരാലി ഗുരുവായൂർ പിടിച്ചു, സ്വന്തമാക്കി. പിടിച്ചപ്പോൾ ക്ഷേത്രം തകർക്കാതിരിക്കാൻ 10,000 പണം ആവശ്യപ്പെട്ടു. അത് കൊടുത്തു ഹൈദരാലിക്ക്. ഗവർണർ ശ്രീനിവാസറാവു ഇടപെട്ടിട്ട് അന്ന് ദേവദയ കാണിച്ചു. ശ്രീനിവാസറാവു, പൂർണ്ണ റാവു ഒക്കെ ഉണ്ടല്ലോ, ഹിന്ദു മന്ത്രിമാര്. അപ്പോൾ അതിൽ ശ്രീനിവാസറാവു ഇടപെട്ടു ഗുരുവായൂർ ക്ഷേത്രം തകർക്കാതിരിക്കാൻ. എന്തെങ്കിലും അന്ധവിശ്വാസമൊക്കെ പറഞ്ഞ് പേടിക്കുന്ന ആളാണ് ടിപ്പു. അതാണ് ശ്രീരംഗത്തെ ക്ഷേത്രം
നിലനിൽക്കുന്നത് മൂകാംബികയിൽ വന്നിട്ട് പേടിച്ചു പോയി. ശൃംഗേരിക്ക് സഹായം കൊടുക്കുന്നൊക്കെ ഈ അന്ധവിശ്വാസത്തിന്റെ പേരില്ല, അല്ലാതെ സെക്കുലർ ആയതുകൊണ്ടല്ല. അതെ, അങ്ങനെയാണ് പറയുന്നത്. ഇന്ന ക്ഷേത്രങ്ങളെ പരിപാലിച്ചു. അതിൻ്റെയൊക്കെ കഥ, ശൃംഗേരിക്കൊക്കെ കൊടുക്കുന്നതിൻ്റെയൊക്കെ കഥ വേറെ പറയണം, ഇന്ന് പറയില്ല. അപ്പോൾ ദേവദേകാട്ടി 1789 ടിപ്പു ആക്രമിച്ചപ്പോൾ മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാട്ട് നമ്പൂതിരിയും കൂടി ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എടുത്തിട്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. മാവേലിക്കരയിലും ഇത് കുറച്ചു കാലം വച്ചതായിട്ട് മാവേലിക്കരയിൽ നിന്നുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ എറണാകുളത്ത് വളഞ്ഞമ്പലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് യാത്രക്കിടെ ഒരു രാത്രി വിഗ്രഹം വെച്ചത്. അമ്പലപ്പുഴയിൽ ഗുരുവായൂരപ്പന് എല്ലാ ദിവസവും ഉഷപൂജയുണ്ട്. അന്ന് ചെയ്തു തുടങ്ങിയത് ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. വടക്കൻകൂറ് ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഈ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ട് ക്ഷേത്ര വിഗ്രഹങ്ങളുണ്ടല്ലോ അതിൽ ഈ അറുത്ത കന്നുകാലികളുടെ തലകൾ കൊണ്ടുവന്ന് ഇടുമായിരുന്നു എന്ന്. പിന്നെ കുടൽമാലകളൊക്കെ ഇല്ലേ, ഇതൊക്കെ മാലകളായിട്ട് ഈ വിഗ്രഹത്തിൽ കൊണ്ടുവന്ന് ചാർത്തും. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹൈദരാലിയും ടിപ്പുവും ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ അതിനു മുമ്പ് അവർക്കും പൂർവ്വ മാതൃകകളുണ്ട്. ഔറംഗസേബ് ഇങ്ങനെ ചെയ്യുമായിരുന്നു. എൻ്റെ ഈ അർത്ഥ മൃഗങ്ങളുടെ ഈ കുടൽമാലയെല്ലാം കൊണ്ടുവന്ന് ഇടുമായിരുന്നു വിഗ്രഹങ്ങളിൽ നിന്ന്. അതിൽ അങ്ങനെയാണ് ക്ഷേത്രങ്ങൾ വിഗ്രഹങ്ങളൊക്കെ മലിനമാക്കിയിരുന്നത് എന്ന് ഔറംഗസേബിൻ്റെ ചരിത്രത്തിലും കാണാം. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്. പ്രതിഷ്ഠയ്ക്ക് മേൽ ഇത് ചെയ്യുമായിരുന്നു. 1788 നായന്മാർക്കെതിരെ ടിപ്പു ഒരു വിളംബരം, അത് കുറച്ച് ദീർഘമാണ്. ആ വിളംബരത്തിൽ പറയുന്ന ബാക്കിഭാഗങ്ങൾ ഞാൻ പറയുന്നില്ല. നായർ സ്ത്രീകളെ പറ്റി അതിൻ്റെ അകത്ത് കുറേ പോഴത്തം പറയുന്നുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അധർമ്മ പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ, എനിക്കെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഇസ്ലാം എന്ന മാന്യവ്യവസ്ഥയിൽ ചേർക്കും എന്ന് പറഞ്ഞാലും വിളംബരം അവസാനിക്കുന്നത്. അത് ശരി. ഏതായാലും ടിപ്പുവിൻ്റെ പടയോട്ടം കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയും പൈതൃകത്തെയാണ് തച്ചുടച്ചത്. നമ്മുടെ ഈ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഒരു വിശ്വാസികൾക്ക് പോകാനുള്ള സംഭവം മാത്രമായിരുന്നില്ല, നാടിൻ്റെ മുഴുവൻ സംസ്കൃതിയും അതുമായി ബന്ധപ്പെട്ട് കിടന്നു അല്ലേ. നാടിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട സ്ഥലം കൂടിയാണ് നാടിൻ്റെ എല്ലാ കാര്യവും. രാവിലെ പോയി കുളിച്ചു തൊഴാനുള്ള സ്ഥലം മാത്രമായിരുന്നു. ക്ഷേത്രത്തിന്റെ വകയാണ് ഈ നെൽപ്പാടങ്ങൾ, കൃഷി, സാംസ്കാരിക പരിപാടികൾ, വിദ്യാഭ്യാസം, ഇതെല്ലാം കലാകാരന്മാര് പോയി ജോലി ചെയ്യുന്നതൊക്കെ അവിടെയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ സാംസ്കാരിക കേന്ദ്രം വേണ്ടി വന്ന നാട്ടിലെ ഒരു ചെറിയ ഭരണകൂടമോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ പാഠശാല യൂണിവേഴ്സിറ്റിയൊക്കെ ആയിരുന്നു ക്ഷേത്രങ്ങൾ. അതിനെയൊക്കെയാണ് ഈ നിഷ്ഠൂരനായ ഭീകരനായ മതഭ്രാന്തൻ തച്ചുടച്ചത്. അപ്പോൾ ഇത്രയേറെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. നമ്മുടെ കയ്യിലുള്ള പട്ടികയാണ് പറഞ്ഞത്. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിലേറെ അവരവരുടെ പ്രദേശങ്ങളിൽ ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയാമായിരിക്കാം. അതെല്ലാം അവർ കമൻറ്റ് ചെയ്യട്ടെ. ആ കമൻറ്റുകൾ നമ്മൾ ക്രോഡീകരിച്ച് നമ്മൾ ഇന്ന സ്ഥലങ്ങൾ കൂടി ഉണ്ടെന്ന് മുമ്പ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഏതായാലും ടിപ്പു കേരളത്തോട് ചെയ്ത ക്രൂരത ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഇനിയും പറയാം. അതെ, ടിപ്പു കേരളത്തോട് ചെയ്ത ചതി, ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ചെയ്ത ചതി ഇവിടെ അവസാനിക്കുന്നില്ല. അത് നമ്മുടെ ഒരു ചരിത്ര പുസ്തകത്തിലുമില്ല, ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്തതുമാണ്. അത് ഞങ്ങൾ വീണ്ടും പറയും. ഞങ്ങൾ ആദ്യ ദിവസം പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് വല്ലാത്ത അസ്വസ്ഥത വന്നിട്ടുണ്ട്. നമ്മൾ അപ്രിയകരമായ രണ്ട് കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് നമ്മൾ വഖഫിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഒന്ന് ടിപ്പുവിൻ്റെ കഥ കൂടെ പറയുമ്പോൾ ചില ആളുകൾക്ക് വല്ലാതെ ഇളകിയിട്ടുണ്ട്. ഏതായാലും അതൊന്നും കാര്യമില്ല. നമ്മുടെ ഈ പരമ്പര നമ്മൾ തുടരും. ടിപ്പുവിനെ കുറിച്ച് ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ പറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.